അസ്സലാമു അലൈക്കും എവരിവൺ. ഇന്ന് പച്ച ആപ്രിക്കോട്ട് കൊണ്ട് ഒരു പിക്കിൾ ഉണ്ടാക്കാൻ കേട്ടോ. ഇതിനു മുന്നേ ഞാനൊരു ഗ്രീൻ ആൽമണ്ട് കൊണ്ട് പറഞ്ഞിരുന്നു. അതേപോലെ തന്നെയാണ് ആപ്രിക്കോട്ടും കണ്ടാൽ കേട്ടോ. ഗ്രീൻ ആൽമണ്ടിന് ഒരു സ്മോക്കി ഷെയ്ഡ് ഉണ്ടെന്ന് തോന്നുന്നു. ഇത് ആപ്രിക്കോട്ട് കേട്ടോ. ഇതിന് ചെറിയ തോടൊക്കെ കട്ടിയായി വന്നിട്ടുണ്ട്. ഞാനത് ചെറിയ പീസായിട്ട് മുറിച്ചു. ഈ ആപ്രിക്കോട്ടിന് നമ്മുടെ മാങ്ങയുടെയൊക്കെ ടേസ്റ്റ് തന്നെയാണ് കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ സാധാരണ അച്ചാറിടുന്ന പോലെ ചെയ്യുന്നത്. അതിന് പാൻ ചൂടാക്കിയിട്ട് 3 ടേബിൾ സ്പൂൺ നല്ലെണ്ണ ഉണ്ടെങ്കിൽ നല്ലെണ്ണ ചേർത്ത് കൊടുക്കാം. ഇത് ഞാൻ ഓയിൽ ചേർത്ത് കൊടുത്തു. 1 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുത്തു. കടുക് നന്നായി പൊട്ടി തുടങ്ങുമ്പോൾ നമുക്ക് കറിവേപ്പില ഉണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം. എൻ്റെ കയ്യിലില്ല, ഞാൻ അതുകൊണ്ട് 1 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ ചേർത്ത് കൊടുത്തു. അരിഞ്ഞു വെച്ചിട്ടുള്ള ആപ്രിക്കോട്ട് ചേർത്ത് കൊടുത്തു. അതുപോലെ പിക്കിൾ പൗഡറും 2 ടേബിൾ സ്പൂണോളം ചേർത്ത് കൊടുത്തു. 2 ഉണക്കമുളകും ചേർത്ത് കൊടുത്തു. ഇനി അച്ചാർ പൊടി ഇല്ലെങ്കിൽ നമുക്ക് വറുത്ത് പൊടിച്ച ഉലുവാപ്പൊടിയും അതുപോലെ കായപ്പൊടിയും ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. എൻ്റെ അടുത്ത് ആൾറെഡി ഉള്ള അച്ചാർ പൊടി ചേർത്ത് കൊടുത്തു. ഇനി 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ചേർത്ത് കൊടുത്തു. നന്നായിട്ട് ഇളക്കി കൊടുക്കുക. മസാല നന്നായിട്ട് വെന്തു എന്ന് ഉറപ്പ് വരുത്തുക കേട്ടോ. എന്നാൽ ഈ ഒരു ആപ്രിക്കോട്ട് ഓവർ കുക്കായാലും രസം ഉണ്ടാവില്ല. ശേഷം ഉപ്പ് ചേർത്ത് കൊടുക്കാം. അച്ചാറിന് എത്രത്തോളം പുളി നിങ്ങൾ ആഗ്രഹിക്കുന്നു അതിനനുസരിച്ചിട്ട് കയ്യിലുള്ള വിനെഗർ ഒഴിച്ചു കൊടുക്കാം. ഇത് കഴിഞ്ഞു. സ്റ്റൗ ഓഫ് ചെയ്യുക. ഇത് കഴിക്കാൻ ശരിക്കും പറഞ്ഞാൽ സാധാ ഒരു മാങ്ങയുടെ ഒക്കെ ഒരു ഫ്ലേവർ തന്നെ കേട്ടോ. നാട്ടിലെ ടേസ്റ്റ് തന്നെയാണ് ഇതിന് കിട്ടുന്നത്. ഒരു വ്യത്യാസമല്ല. ഒരു ആപ്രിക്കോട്ട് കൊണ്ട് ഇങ്ങനെ ചെയ്യാൻ ആലോചിക്കുമ്പോൾ തന്നെ എനിക്കൊരു ഫാൻറ്റസി പോലെയാണ് തോന്നിയത്. പക്ഷെ നല്ല ടേസ്റ്റ് ഉണ്ട് കഴിക്കാൻ. നിങ്ങളിങ്ങനെ ട്രൈ ചെയ്തിട്ടില്ല, നിങ്ങളുടെ നാട്ടിൽ ഇത് അവൈലബിൾ ആണെങ്കിൽ ഇങ്ങനെ ഉണ്ടാക്കി നോക്കുക. സെൻട്രൽ ഏഷ്യയിലെല്ലാം ഇത് കിട്ടാൻ ചാൻസ് ഉണ്ട്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എന്തായാലും ഇത് ലൈക്ക് ചെയ്യണം, ഇതിന് താഴെ കമൻറ്റ് ചെയ്യണം, അതുപോലെ ഷെയർ ചെയ്യുക, ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യുക. അസ്സലാമു അലൈക്കും.